ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്ത ചാപ്റ്ററായിട്ടുള്ള ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന ചാപ്റ്ററാണ്. മലാല യൂസഫ്സായിയുടെ ഒരു ഓട്ടോബയോഗ്രഫിയിലെ ചെറിയൊരു ഭാഗമാണ്. നമുക്കത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മലാല യൂസഫ്സായി ഒരു പാകിസ്ഥാനി പെൺകുട്ടിയാണ് അല്ലേ. അപ്പോൾ മലാല യൂസഫ്സായി 1997 ജനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസൊക്കെ അച്ചീവ് ചെയ്ത ഒരു ധീര പെൺകുട്ടി തന്നെയായിരുന്നു ആര് നമ്മളുടെ മലാല. 11 വയസ്സുള്ള സമയം മുതൽ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ടും ആൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു സോഷ്യൽ വർക്കൊക്കെ ചെയ്തിരുന്നത്? ഗേൾസിൻ്റെ എഡ്യൂക്കേഷനൊക്കെ മുടങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ ഗേൾസിന് വിദ്യാഭ്യാസം പാടില്ല, ഡാൻസ് ചെയ്യാൻ പാടില്ല, പിന്നെന്താ TV കാണാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ മലാല എന്ത് ചെയ്യാണ്, ആ റെസ്ട്രിക്ഷൻസിന് എതിരെ പൊരുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ മലാല എന്തായിരുന്നു, ഗേൾസിൻ്റെ ഫ്രീഡത്തിന് വേണ്ടി പൊരുതിയ ഒരു ധീര പെൺകുട്ടിയായിരുന്നു. ഓക്കെ, മലാല ഒരുപാട് എഴുത്തുകളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ മലാല ഫസ്റ്റായിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കായിരുന്നു ഐ ആം മലാല എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഈ ഐ ആം മലാല എന്ന ബുക്കിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, മലാല ഒരുപാട് ന്യൂമറസ് അവാർഡ്സുകളൊക്കെ മലാല അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് പോവാം. ഐ കം ഫ്രം എ country which was created at midnight. When I almost died, it was just after midday. That day I left my home for school and never returned. അപ്പോൾ എന്താണ് മലാല പറയുകയാണ്, ഞാൻ മിഡ്നൈറ്റിൽ രൂപീകൃതമായിട്ടുള്ള ഒരു കൺട്രിയിൽ നിന്നാണ് വരുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു മലാല ഒരു പാകിസ്ഥാനി പെൺകുട്ടിയാണെന്ന്. അപ്പോൾ പാകിസ്ഥാൻ ഇൻഡിപെൻഡൻ്റ് ആയത് മിഡ്നൈറ്റിലായിരുന്നു അല്ലേ. 1947 ഓഗസ്റ്റ് 14 മിഡ്നൈറ്റിലാണ് പാകിസ്ഥാൻ ഇൻഡിപെൻഡൻ്റ് ആയത്. അതുകൊണ്ടാണ് നമ്മുടെ മലാല എന്ത് പറഞ്ഞത്, മിഡ്നൈറ്റിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. Okay, when I almost dead, it was just after midday. That day I left my home for school. I never returned. അല്ലേ, അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 1997 നമ്മളുടെ മലാല ജനിച്ചു. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം അവളൊരു ദിവസം സ്കൂളിലേക്ക് പോകുന്നൊരു പെൺകുട്ടിയാണ് അല്ലേ, സ്കൂൾ സ്റ്റുഡൻ്റാണ്. ആ സമയത്ത് ഒരു ദിവസം ഒരു ആഫ്റ്റർ മിഡ് ഡേ അല്ലേ, ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ളൊരു സമയത്താണ് ഞാൻ എന്തിനോട് പൊരുതുന്നത്, അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ട ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം എന്ന് പറയുന്നതും എന്തായിരുന്നു, ഒരു ആഫ്റ്റർ മിഡ് ഡേയിലായിരുന്നു, ഉച്ച തിരിഞ്ഞതിന് ശേഷമായിരുന്നു. ആ ദിവസത്തിന് ശേഷം അല്ലേ, മരണത്തെ അങ്ങനെ മുന്നിൽ കണ്ട ആ ഒരു ദിവസത്തിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല അല്ലേ. സ്കൂളിൽ നിന്നും പിന്നെ എനിക്ക് വീട്ടിലേക്ക് ഇതുവരെ ഞാൻ തിരിച്ചു പോയിട്ടില്ല. ഇപ്പം ഞാൻ വേറൊരു സ്ഥലത്താണ് ഉള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു സ്കൂളൊക്കെ വിട്ട് തിരിച്ചു വരുന്ന, എന്നും ഡെയിലി സ്കൂളിലേക്ക് പോയി തിരിച്ചു വരാറുള്ള പെൺകുട്ടി അന്നത്തെ ദിവസം അല്ലേ, ഒരു മരണത്തെ മുന്നിൽ കണ്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വഴിയെ കാണാൻ പോകുന്നത് കേട്ടോ. Now, every morning when I opened my eyes, I longed to see my old room full of my things, my clothes all over the floor, and my school prizes on the shelves. Instead, I am in a country which is 5 years behind my beloved homeland and my home. അപ്പോൾ മലാല നേരത്തെ പറഞ്ഞു അല്ലേ, ആ ഒരു ദിവസത്തിന് ശേഷം, ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ മലാല ഉള്ളത് വേറെ എവിടെയോ ആണ് അല്ലേ. അപ്പോൾ അവൾ പറയുകയാണ്, ഞാനിപ്പോൾ വേറെ ഏതോ ഒരു സ്ഥലത്താണ് ഉള്ളത്. അങ്ങനെ ഞാൻ വേറെ ഏതോ ഒരു സ്ഥലം, അത് നമ്മൾ പറയുന്നുണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, എവ്രി മോർണിംഗിലും ഞാൻ എൻ്റെ കണ്ണുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഐ ലോങ് ടു സീ എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു, എൻ്റെ ഓൾഡ് റൂമും, അതായത്
അതായത് എൻ്റെ വീടും എൻ്റെ റൂമും എൻ്റെ സാധനങ്ങളും അല്ലേ, അവൾക്ക് കിട്ടിയിട്ടുള്ള സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് പ്രൈസസ് ഒക്കെ ഉണ്ട് ഷെൽഫിലിങ്ങനെ അടുക്കി വെച്ചിട്ട്. അതൊക്കെ കാണാനൊക്കെ അവൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം, അവളുടെ വീടും നാടും അവളുടെ റൂമൊക്കെ അവളിങ്ങനെ മിസ് ചെയ്യുകയാണ് അല്ലേ. ആ കാര്യമാണ് അവളിവിടെ പറയുന്നത്. എനിക്കതൊക്കെ വീണ്ടും വീണ്ടും കാണാൻ തോന്നുകയാണ്, അല്ലെങ്കിൽ എനിക്ക് അവൾക്ക് പോകാനൊക്കെ തോന്നുകയാണ്, എനിക്ക് മിസ് ചെയ്യാണ്. ഇൻ ഷോർട്ട് എന്താണ്, അവളുടെ വീട് അവൾക്ക് മിസ് ചെയ്യുകയാണ് അല്ലേ. ഓക്കെ, ഇപ്പോൾ അവളുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്താണ്, അവളുടെ ഹോംലാൻഡ് അല്ലെങ്കിൽ അവളുടെ ബിലൗഡ് ഹോംലാൻഡ് എന്ന് പറഞ്ഞാൽ അവൾ അത്രയും ഇഷ്ടപ്പെടുന്ന അവളുടെ നാട്ടിൽ നിന്നും 5 hours അല്ലെ 5 മണിക്കൂർ വ്യത്യാസത്തിലാണ് എന്താണ് അവളിപ്പോൾ ഉള്ള സ്ഥലത്ത് ഉള്ളത് അല്ലേ. ഓക്കെ, ദെൻ when I stand in front of my window and look out, I see tall buildings, long roads full of vehicles moving in orderly lines, neat green hedges and lawns and tidy pavement to walk on അല്ലേ. അപ്പോൾ അവളെങ്ങനെ എന്ത് ചെയ്യാണ്, അപ്പോൾ അവൾ പറഞ്ഞു എന്താണ്, മലാല ഇപ്പോൾ അവളുടെ നാട്ടിൽ നിന്നും 5 മണിക്കൂർ വ്യത്യാസമുള്ള മറ്റൊരു നാട്ടിലാണ്, അല്ലെങ്കിൽ 5 മണിക്കൂർ ദൂരമുള്ള മറ്റൊരു കൺട്രിയിലാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ കൺട്രിയിൽ നിന്നുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, അവളിങ്ങനെ അവളുടെ റൂമിലെ വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ വളരെ സൂപ്പറായിട്ടുള്ളൊരു സീനറിയാണ് കാണാറുള്ളത് അല്ലേ. എന്താണ്, ടോൾ ബിൽഡിങ്സുകൾ കാണുന്നുണ്ട്, എന്താണ് ലോങ് റോഡ് അല്ലേ, വലിയ നീളമുള്ള റോഡുകൾ. അവിടെ ഇങ്ങനെ വെഹിക്കിൾസൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഭയങ്കര ഓർഡറിലായിട്ടുള്ള ലൈൻ ബൈ ലൈനായിട്ട് നല്ല വൃത്തിക്ക് ഇങ്ങനെ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പിന്നെന്താ, നീറ്റ് ഗ്രീൻ ഹെഡ്ജസ് മീൻസ് ഇതിനെയാണ് ഹെഡ്ജസ് എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ഈ കുറ്റിച്ചെടി പോലെ ഒരു ചെറിയ ചെറിയ മരങ്ങൾ ഇങ്ങനെ വെട്ടി ഒതുക്കി നല്ല നീറ്റാക്കി വെച്ചിട്ടില്ലേ, ഇതിനെയാണ് ഹെഡ്ജസ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ലോൺസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കാണുന്ന ഈ പുൽമേട് പോലെ ഇങ്ങനെ കാണുന്നതിനെയാണ് എന്തെന്ന് പറയാം, ലോൺസ് എന്ന് പറയാം. ആൻഡ് ടൈഡി പേയ്മെൻറ്റ് ടു വർക്ക് ഓൺ അല്ലേ. പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഫുട്പാത്തുകൾ അല്ലേ, ഫുട്പാത്തുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ക്ലീനായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ. മൊത്തത്തിൽ പറയുമ്പോൾ എന്താണ്, നല്ല അടിപൊളി നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിലാണ് ഇപ്പോൾ നമ്മളുടെ ആരുള്ളത്, മലാല ഉള്ളത്. Then I close my eyes and for a moment I am back in my valley. The high snow-topped mountains, green waving fields and fresh blue rivers and my heart smiles. അല്ലേ, അങ്ങനെ അപ്പോൾ അവൾ അത്രയും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു കൺട്രിയിലാണ് ഉള്ളത് എങ്കിൽ പോലും അവൾക്ക് അവളുടെ നാടും വീടും റൂമും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്, അങ്ങനെ ആ വിൻഡോയുടെ അരികിലിരുന്നുകൊണ്ട് അവളിങ്ങനെ അവളുടെ കണ്ണുകൾ അടയ്ക്കുകയാണ് അല്ലേ. കണ്ണുകൾ അടച്ചിട്ട് അവൾ മനഃപൂർവ്വം അവളുടെ നാട്ടിലേക്ക് അവൾ എന്ത് ചെയ്യണം, ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് അല്ലേ. അവളുടെ മൈൻഡിലേക്ക് അവളുടെ നാടിൻ്റെ ആ ഒരു മനോഹാരിതേനെയൊക്കെ ഒന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ അവളിങ്ങനെ കണ്ണടച്ചിട്ട് അവൾ കാണുന്ന കാഴ്ചകളാണ് പറയുന്നത്. എന്തൊക്കെയാണ് കാണുന്നത്, വാലി അല്ലേ, അവളുടെ വാലി അല്ലേ, സ്വാറ്റ് വാലിയിൽ എന്തൊക്കെയാണ് കാണുന്നത്, ഹൈ സ്നോ ടോപ്ഡ് മൗണ്ടെയ്ൻസ് അല്ലേ. മൗണ്ടെയ്ൻസ് ഇങ്ങനെ കുന്നുകളിലൊക്കെ ഇങ്ങനെ എന്താണ് സ്നോ കവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മഞ്ഞിനെ കൊണ്ട് മൂടിയിട്ടുള്ള കുന്നും ചെരുവുകൾ ഇങ്ങനെ കാണാം, അത്ര അടിപൊളിയാണ്. അതുപോലെ എന്താണ് ഗ്രീൻ വേവിങ് ഫീൽഡ് അല്ലേ, പച്ചപ്പ് നിറഞ്ഞ പാടങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് ഫ്രഷ് ബ്ലൂ റിവേഴ്സ് അല്ലേ, ബ്ലൂ കളറിൽ ഇങ്ങനെ ഒഴുകുന്ന അരുവികൾ കാണാം അല്ലേ. അതുപോലെ അതൊക്കെ ഇങ്ങനെ അവളിങ്ങനെ എന്ത് ചെയ്യണം, വീണ്ടും ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യണം അവളുടെ മൈൻഡിൽ അല്ലേ. അവളുടെ ആ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ അവളുടെ ആ ഒരു വാലി അല്ലേ, അവളുടെ നാട് അവളുടെ വീടുള്ളത് എവിടെയാണ്, ഒരു വാലിയിലാണ്. ഓക്കെ, അപ്പോൾ മിങ്കോറ എന്ന് പറഞ്ഞ പാകിസ്ഥാനിലെ മിങ്കോറ എന്ന് പറഞ്ഞ സ്വാറ്റ് വാലിയിലാണ് നമ്മളുടെ മലാലയുടെ വീടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു വാലിയിലുള്ള നാച്ചുറൽ ബ്യൂട്ടിയൊക്കെയാണ് നമ്മളുടെ മലാല അങ്ങനെ ഓർത്തെടുക്കുന്നത്. അങ്ങനെ അതിങ്ങനെ ഓർക്കുമ്പോൾ അവളുടെ മൈൻഡ് എന്ത് ചെയ്യാണ്, അറിയാതെ പുഞ്ചിരിച്ചു പോവുകയാണ്. Okay, then my mind transports me back to my school, and there I am reunited with my friends and teachers. I meet my best friend Moniba and we sit together, talking and joking as if I had never left. Then I remember I am in Birmingham, England.
അല്ലേ. അങ്ങനെ അവൾ ആദ്യം എന്ത് ചെയ്തു, ജനലരികിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ അവളുടെ കണ്ണുകളൊക്കെ അടച്ചിട്ട് വാലി ഒന്നും ഇങ്ങനെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു അല്ലേ. നെക്സ്റ്റ് അവൾ നേരെ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് അവളുടെ മൈൻഡ് നേരെ അവളുടെ പഴയ സ്കൂൾ ലൈഫിലേക്ക് പോവുകയാണ്. സ്കൂൾ ലൈഫിൽ പോയിട്ട് എന്താണ്, ഞാൻ എൻ്റെ ഓൾഡ് ഫ്രണ്ട്സിൻ്റെ കൂടെയും ടീച്ചേഴ്സിൻ്റെ കൂടെയൊക്കെ ഈ റീയുണൈറ്റ് ചെയ്യുന്നത് അല്ലേ, ഞങ്ങൾ വീണ്ടും ഒന്നിക്കുന്നത്, ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ അവരൊക്കെ ഒന്നുകൂടി പോയി കണ്ടു, മനസ്സുകൊണ്ട് അവളിങ്ങനെ ഒന്നുകൂടി പോയി കണ്ടു എന്നാണ് പറയുന്നത് കേട്ടോ. ഐ മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ആര്, മോനിബേനെയും ഞാൻ കണ്ടുമുട്ടി. ആൻഡ് ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ ഒരുപാട് നേരം അല്ലേ, വി സിറ്റ് ടുഗദർ, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നേരം ഇരുന്ന് ടോക്കിംഗ് ആൻഡ് ജോക്കിംഗ് അല്ലേ, ഞങ്ങളവിടെ ഒരുപാട് നേരം സ്കൂളിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നതായിട്ടും ജോക്കിംഗ് അല്ലേ, തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നതായിട്ടൊക്കെ അവൾ ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കാണുകയാണ് അല്ലേ. അതും അവളിങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. അതൊക്കെ അവൾക്ക് കാണാൻ, നേരിട്ട് അങ്ങോട്ട് പോകാനും ഒക്കെ അവൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അവൾ മനസ്സുകൊണ്ടെങ്കിലും അവളതൊക്കെ ഒന്ന് എന്താണ് അവളുടെ മനസ്സിനെ ഒന്ന് സംതൃപ്തിപ്പെടുത്തുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു അവളുടെ വാലിയുടെ നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ചു, മനസ്സുകൊണ്ട് അവളിങ്ങനെ ആസ്വദിച്ചു. അതുപോലെ സ്കൂൾ ലൈഫും അവളിങ്ങനെ എൻജോയ് ചെയ്തു. അങ്ങനെ ആ ഒരു വീണ്ടും അങ്ങനെ ഒന്ന് റിക്രിയേറ്റ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ എന്തോർത്തത്, ദെൻ ഐ റിമെമ്പർ ഐ ആം ഇൻ ബർമിംഗം, ഇംഗ്ലണ്ട് അല്ലേ. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത്, ഓക്കെ ഞാനിപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ വാലിയിലല്ല അല്ലേ, ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണ്, ബർമിംഗത്തിലാണ് അല്ലേ, ഇംഗ്ലണ്ടിൽ ബർമിംഗം എന്ന സിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് അവൾ എന്ത് ചെയ്യാണ്, ഓർക്കുകയാണ് അല്ലേ. The day everything changed was Tuesday, 9 October 2012. That morning, we arrived in the narrow mud lane of Haji Baba Road in our usual procession of brightly painted rickshaws. For us, the doorway of the school was like a magical entrance to our own special world. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചാപ്റ്ററിൻ്റെ നെയിം തന്നെ എന്തായിരുന്നു, ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്നായിരുന്നു അല്ലേ. ഒരു ദിവസം എൻ്റെ ജീവിതത്തിനെ മാറ്റിമറിച്ച ആ ഒരു ദിവസം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവളുടെ ലൈഫിനെ, മലാലയുടെ ലൈഫിനെ മാറ്റിമറിച്ച ആ ഒരു ദിവസമായിരുന്നു ഏത്. അപ്പോൾ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ഡേ എന്ന് പറയുന്നത് എന്നാണ്, ട്യൂസ്ഡേ 9 October 2012 അല്ലേ. October 9, 2012 ആണ് അവളുടെ ലൈഫിനെ തന്നെ ചേഞ്ച് ആക്കിയ ആ ഒരു ഡേ. ഓക്കെ, എന്നത്തെ പോലെ തന്നെ അന്നും ഞങ്ങൾ എന്ത് ചെയ്യാണ്, രാവിലെ തന്നെ സ്കൂളിലേക്ക് പോവുകയാണ്. ഓട്ടോറിക്ഷയിൽ അല്ലേ, ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. പ്രൊസഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാഥ പോകുന്നത് പോലെ അല്ലേ. പ്രൊസഷൻ ഓഫ് ബ്രൈറ്റ്ലി പെയിൻറ്റഡ് റിക്ഷാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് കളറുകളൊക്കെ അടിച്ചിട്ടുള്ള ഓട്ടോറിക്ഷകൾ ഇങ്ങനെ ജാഥ പോകുന്നത് പോലെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ പോകും. അതിലൊരു ഓട്ടോറിക്ഷയിൽ ഇവരും പോകുമായിരുന്നു, മലാലയുടെ ഫ്രണ്ട്സും കൂടിയിട്ട് എവിടേക്ക്, സ്കൂളിലേക്ക് എന്നും പോകുന്ന പോലെ അന്നും രാവിലെ തന്നെ പോയി. ഓക്കെ, അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിൻ്റെ ആ ഒരു ഡോർവേ അല്ലേ, അതായത് മെയിൻ ഗേറ്റ് എന്നൊക്കെ പറയും സ്കൂളിൻ്റെ അല്ലേ, ആ ഒരു എൻട്രൻസിൻ്റെ അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു വല്ലാത്തൊരു മാജിക്കൽ പവറാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാറുള്ളത് അല്ലേ. ആ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ എൻട്രൻസ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട് അല്ലേ. അത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വേൾഡാണ്. അതായത് സ്കൂളിലേക്കാണ്ട് എത്തുമ്പോൾ ആ ഒരു മെയിൻ ഡോർ കാണുമ്പോഴേക്കും, ഞങ്ങൾക്ക് മെയിൻ ഗേറ്റ് കാണുമ്പോഴേക്കും ഞങ്ങളുടെ മനസ്സിൽ എന്താണ്, ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ് എന്നാണ് ആര് പറയുന്നത്, മലാല പറയുന്നത് അല്ലേ. The school was founded by my father before I was born. On the wall above us, Kushal School was painted proudly in red and white letters. We went to school 6 morning a week. എസ്പെഷ്യലി നമ്മളുടെ മലാലയ്ക്ക് കുറച്ചും കൂടി ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ തോന്നാനുള്ള കാരണം എന്താണ്, സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ കാണുമ്പോഴേക്കും ആ സ്കൂള് ഫൗണ്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ഉടമ എന്ന് പറയുന്നത് ആരാണ്, മലാലയുടെ ഫാദറാണ്. സോ അതും കൂടിയാണ് അല്ലേ. അപ്പോൾ ഖുഷാൽ സ്കൂൾ എന്നിങ്ങനെ റെഡ് ആൻഡ് വൈറ്റ് കളറിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ മലാലയ്ക്ക് ഭയങ്കര ഒരു അഭിമാനമാണ്. എസ്പെഷ്യലി അത് എൻ്റെ ഫാദർ ഉണ്ടാക്കിയത് കൂടെയാണല്ലോ, അപ്പോൾ ആ ഒരു അഭിമാനം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ 1 വീക്കിൽ 6 ഡേയും ഞങ്ങൾക്ക് വർക്കിംഗ് ഡേ ആണ്. My classes were spent chanting chemical equations, studying Urdu grammar, writing stories with morals in English, or drawing diagrams of blood circulation. Most of my classmates wanted to be
doctors, it's hard to imagine that anyone would see that as a threat. അല്ലേ? അപ്പോൾ എന്താണ് അവർ സ്കൂളിലേക്ക് പോയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അല്ലേ. ഞങ്ങൾ ക്ലാസ്സിലിരുന്നിട്ട് എന്തൊക്കെ ചെയ്യാറുണ്ടായത്, ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ചാൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇക്വേഷനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതിനെയാണ് ചാൻറ്റിങ് എന്ന് പറയുക. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻസൊക്കെ ഞങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ എന്താണ് ഉറുദു ഗ്രാമർ പഠിക്കുമായിരുന്നു സ്കൂളിലിരുന്നിട്ട്. പിന്നെന്താ ഞങ്ങൾ തന്നെ സ്വയമായിട്ട് ഇംഗ്ലീഷ് മോറൽ സ്റ്റോറീസ് അല്ലേ, ഗുണപാഠങ്ങളുള്ള ഇംഗ്ലീഷ് മോറൽ സ്റ്റോറീസുകൾ ഞങ്ങൾ എഴുതുമായിരുന്നു. പിന്നെന്താ ബ്ലഡ് സർക്കുലേഷൻ്റെ ഡയഗ്രാംസ് ഒക്കെ ഞങ്ങൾ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഞങ്ങൾ സ്കൂളിൽ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. മോസ്റ്റ് ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് വാണ്ടഡ് ടു ബി ഡോക്ടേഴ്സ്. എൻ്റെ ക്ലാസ്സിലുള്ള ഒരുപാട് കുട്ടികൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഓക്കെ, ഇറ്റ്സ് ഹാർഡ് ടു ഇമാജിൻ ദാറ്റ് എനി വൺ വുഡ് സീ ദാറ്റ് ആസ് എ ത്രെഡ് അല്ലേ. അപ്പോൾ ത്രെഡ് ഓക്കെ. അപ്പോൾ എന്താണ് ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സ് ആവാനുള്ള ആഗ്രഹമുള്ളവരുണ്ട്, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ ആവാൻ ഒരുപാട് അംബിഷൻസ് ഉള്ള കുട്ടികളുണ്ട്, ആഗ്രഹങ്ങളുള്ള കുട്ടികളുണ്ട്, സ്വപ്നം കാണുന്ന കുട്ടികളുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ ആഗ്രഹത്തെയൊക്കെ തടസ്സം നിന്നിട്ട് കുറച്ച് പേരുണ്ട് അല്ലേ, ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് കുറച്ച് പേര് ഉണ്ട് നാട്ടിൽ എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതായത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല, ഞങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായി തോന്നി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഗേൾസിന് എഡ്യൂക്കേഷനും അല്ലെങ്കിൽ പുറത്ത് പോകാൻ, ഡാൻസ് ചെയ്യാൻ, അപ്പോൾ അങ്ങനെയുള്ള ഫ്രീഡത്തിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് പേരുണ്ട് അല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് താലിബാൻ ടെററിസ്റ്റൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് തീവ്രവാദികൾ ഇതിനായിട്ട് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ ഫ്രീഡത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പൊരുതുന്നുണ്ട്. അപ്പോൾ അതറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ പോലുമുള്ള ഒരു അവകാശമില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ശരിക്കും എന്താ തോന്നുന്നത്, ഹാർഡ് ടു ഇമാജിൻ, അത് ചിന്തിക്കാൻ അല്ലെങ്കിൽ അത് ഇമാജിൻ ചെയ്യാൻ പോലും ഞങ്ങൾക്ക് എന്തായിരുന്നു, വിഷമമായിരുന്നു അല്ലേ. ദാറ്റ് മോർണിംഗ് ഹാഡ് ബിഗൺ ലൈക്ക് എനി അതർ, though a little later than usual. It was exam time, so school started at 9 instead of 8. അപ്പോൾ എന്താ പറയുന്നത്, അന്നത്തെ ദിവസം എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, സ്കൂളിലേക്ക് പോവുകയാണല്ലേ. പക്ഷേ എന്താണ്, കുറച്ചുകൂടി ലേറ്റായിട്ടാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോയത്. കാര്യം വന്നൊരു എക്സാം ടൈം ആയിരുന്നു, എക്സാമുള്ള ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എക്സാം അല്ലാത്ത ദിവസം 8 o'clock സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. പക്ഷേ എക്സാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് 9 o'clock. സോ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ആ ഒരു 9 o'clock ആകുമ്പോഴത്തേനും എത്തിയാൽ മതിയല്ലോ. അപ്പം എന്നും പോകുന്നതിനേക്കാളും കുറച്ചുകൂടി ലേറ്റായിട്ടാണ് അന്ന് ഞങ്ങൾ സ്കൂളിലേക്ക് പോയത്. I slept in the long room at the front of our house. The only furniture was a bed and a cabinet which I had bought. I had won some money as the right for campaigning for peace in our valley and an award for girls to go to school. On some shelves were all the gold-colored plastic cups and trophies I had won for coming first in my class. അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ October 9th എന്ന് പറയുന്നത് എനിക്ക് എക്സാമുള്ളൊരു ഡേ ആണ് അല്ലേ. അപ്പോൾ അതിന് തലേ ദിവസം ഞാൻ മലാല എവിടെയാണ് കിടന്നുറങ്ങിയത്, വീട്ടിലെ ഒരു ലോങ് റൂമുണ്ട്, ആ ലോങ് റൂമിലാണ് കിടന്നുറങ്ങിയത്. ദെൻ ആ റൂമിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആകപ്പാടെ ഉള്ളൂ, ഓൺലി കുറച്ച് ഫർണിച്ചറുകളേ ഉള്ളൂ. എന്തൊക്കെയാണ്, ഒരു കട്ടിൽ, ബെഡ് ഉണ്ട്, പിന്നെ ഒരു ക്യാബിനറ്റ് പറഞ്ഞാൽ അലമാര. ഓക്കെ, ആ അലമാര ആര് വാങ്ങിയതാണെന്ന് പറയുന്നത്, മലാല തന്നെ വാങ്ങിയതാണ്. മലാലയ്ക്ക് എവിടെ നിന്നാണ് ക്യാഷ് കിട്ടുന്നത്, നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ സോഷ്യൽ വർക്കുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവളുടെ വാലിയിൽ നിന്ന് തന്നെ ആൾക്കാർ എന്ത് ചെയ്തതാണ്, കൊടുത്ത ക്യാഷ് അവാർഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ മലാല വീട്ടിലേക്കൊരു അലമാര വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, പിന്നെന്താ, അപ്പോൾ അങ്ങനെ അവളുടെ സ്കൂളിൽ അവൾ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് ഒരുപാട് ട്രോഫീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ആ ഒരു ലോങ് റൂമിൽ ഞാൻ അടുക്കി വെക്കാറുള്ളത്. ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടൊക്കെ എനിക്ക് ഒരുപാട് ട്രോഫി കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഞാൻ എൻ്റെ റൂമിൽ അല്ലെങ്കിൽ ആ ഒരു ലോങ് റൂമിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. The school was not far from my home and I used to walk, but since the start of last year, I had been going with other girls in a rickshaw and coming home by bus. I had started taking the bus because my mother was scared by the thought of me walking on my own. We had been getting
threads all year. Some of these threads were found in the newspapers. Some were notes or messages passed on by people. അപ്പോൾ ആക്ച്വലി എൻ്റെ സ്കൂളും വീടും തമ്മിൽ അത്രയും അടുത്താണ്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളുള്ളത്. പക്ഷേ എന്താണ് ഇപ്പോൾ ഈ ഇയർ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാറാണ്, ഞാനും കുറച്ച് പെൺകുട്ടികളൊക്കെ കൂടിയിട്ട് ഓട്ടോറിക്ഷയിലാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോവാറുള്ളത്. തിരിച്ചു വരുമ്പോൾ ബസ്സിന് വരും. പക്ഷേ ആദ്യം അങ്ങനെ ആയിരുന്നില്ല, അവർ നടന്നായിരുന്നു പോയിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുന്നതും തിരിച്ച് ബസ്സിന് വരാനും ഒക്കെ? അപ്പോൾ നടന്നിട്ടൊക്കെ ആയിരുന്നു ആദ്യം പോയിരുന്നത്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അല്ലേ, ഫാർ ഫ്രം മൈ ഹോം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സ്കൂള് വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് അല്ലേ. എന്താ സ്കേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാണ്. കാര്യം എന്താണ്, നമ്മളുടെ മലാലേനെ നടന്ന് സ്കൂളിലേക്ക് പറഞ്ഞയക്കാനും ഒക്കെ എന്താണ് മലാലയുടെ ഉമ്മാക്ക് മദറിന് ഭയങ്കര പേടിയാണ്, ഭയമാണ്. കാര്യം എന്താണ്, അവർക്കിപ്പോൾ നമ്മുടെ മലാല താലിബാൻ ടെററിസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ പൊരുതിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ മലാലയുടെ ഫാദറും ഇതുപോലെ ഒരു സോഷ്യൽ വർക്കറാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവർക്കൊക്കെ വധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് അവരിത് അറിയുന്നത്? ന്യൂസ് പേപ്പർ വഴി അല്ലേ. അവർ വധഭീഷണി ന്യൂസ് പേപ്പർ വഴി അറിയുന്നുണ്ട്. അതുപോലെ എന്താണ് മറ്റുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ മെസ്സേജസൊക്കെ മറ്റു ജനങ്ങളുടെ ഇടയിലൊക്കെ പാസ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുള്ള റൂമറുകളൊക്കെ ഇങ്ങനെ നാട്ടിൽ പരക്കുന്നുണ്ട്. ഇങ്ങനെ വധഭീഷണി ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നാട്ടിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ മലാലയുടെ മദറിനെ, അവളുടെ മലാലേനെ പുറത്ത് വിടുന്നതും അല്ലെങ്കിൽ സ്കൂളിലേക്ക് നടന്നു പോകുന്നതൊക്കെ ഭയങ്കര പേടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്കേഡ് മീൻസ് ഭയം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത് ഓട്ടോറിക്ഷയിലും വരുന്നത് ബസ്സിലുമാക്കിയത്. ഓക്കെ, my mother was worried about me, but I knew no one had ever come for a girl, and I was more concerned they would target my father, as he was always speaking out against them. His close friend and fellow campaigner had been shot dead, and everyone was telling my father, take care, you will be next അല്ലേ. അപ്പോൾ എൻ്റെ ഉമ്മക്ക് എന്താണ്, എന്നെ ഓർത്ത് ഭയങ്കര ടെൻഷനാണ് അല്ലേ. വധഭീഷണിക്ക് നേരിട്ട് പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനാണ്, പേടിയാണ്. പക്ഷേ മലാല എന്താ ചിന്തിക്കുന്നത്, ഞാനൊരു ചെറിയൊരു പെൺകുട്ടിയല്ലേ, എന്നെ അവർ ടാർഗറ്റ് ചെയ്യുമോ? എനിക്കത് തോന്നുന്നില്ല. ഒരു പക്ഷേ എൻ്റെ ഫാദറിനെ അവർ ടാർഗറ്റ് ചെയ്യും അല്ലേ. അവൾക്ക് ഫാദറിനെ ടാർഗറ്റ് ചെയ്യുന്നതിൽ ടെൻഷനും വിഷമമില്ലായിട്ടല്ല. പക്ഷേ അവൾ പറയുകയാണ്, ഞാനൊരു ഒരു ചെറിയൊരു കുട്ടിയല്ലേ, അപ്പോൾ എന്നെ അവരെന്തായാലും ഉപദ്രവിക്കില്ലായിരിക്കും. ഒരു പക്ഷേ എൻ്റെ ഉപ്പാനെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാര്യം എൻ്റെ ഉപ്പാടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഉപ്പാടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ഫെല്ലോ കമ്പൈനർ, അതായത് ഉപ്പാടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇതുപോലെയുള്ള സോഷ്യൽ വർക്കൊക്കെ ചെയ്തിരുന്ന ഫെല്ലോ കമ്പൈനർ എന്ന് പറഞ്ഞാൽ സഹപ്രവർത്തകനായിട്ടുള്ള എൻ്റെ ഉപ്പാടെ ക്ലോസ് ഫ്രണ്ടിനെ അവർ കുറച്ച് ദിവസം മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്താണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുമായിരുന്നു, നെക്സ്റ്റ് നീ തന്നെ ആയിരിക്കും എന്ന് എൻ്റെ ഉപ്പാനോട് അവർ ഒരുവിധം എല്ലാവരും പറയാറുണ്ടായിരുന്നു. Told Moniba everything. Her dream was to be a fashion designer, although she knew her family would never agree to it. So she told everyone she wanted to be a doctor. I never hid my desire when I changed from wanting to be a doctor to dreaming of being an inventor or a politician. അപ്പം മലാലയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആരും മുനിബ എപ്പോഴും നമ്മുടെ മലാലയുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുന്ന കാര്യമായിരുന്നു, എനിക്ക് ഫാഷൻ ഡിസൈനർ ആവാനാണ് ഇഷ്ടം. പക്ഷേ മുനിബയുടെ ഫാമിലിക്കാണെങ്കിലും മോനിബേനെ നല്ലൊരു ഡോക്ടർ ആക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ മോനിബയുടെ ഫാമിലി ഒരിക്കലും അവളൊരു ഫാഷൻ ഡിസൈനറായി കാണാൻ ആഗ്രഹിക്കുന്നില്ല, അവർക്കത് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ മോനിബ എല്ലാവരുടെ അടുത്തും എന്താണ് പറയാറുള്ളത്, എനിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ അംബിഷൻ എന്താണ് ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ് എന്നാണ് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം. ഫാഷൻ ഡിസൈനർ ആണെങ്കിലും അവൾ പുറത്ത് എല്ലായിടത്തും പറയാറുള്ളത് എന്തായിരുന്നു, ഷീ വാണ്ടഡ് ടു ബി എ ഡോക്ടർ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവാനാണ് എനിക്ക് ആഗ്രഹം എന്നാണ് പറയാറുള്ളത്. പക്ഷേ നമ്മുടെ മലാലയാണെങ്കിലോ, മലാലയ്ക്ക് ഡോക്ടർ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ ഈ ഇടയായിട്ട് മലാല എന്താണ് ആഗ്രഹിക്കുന്നത്, ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഒരു ഇൻവെൻറ്ററോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കുന്ന ഒരാളാവുക, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഇടയായിട്ട് മലാലയുടെ ഉള്ളിലുള്ള ആഗ്രഹം. When our bus was cold, we ran down the steps. I remember that inside the bus it was hot and sticky. I remember that the bus turned right off the main road at the army checkpoint. I don't remember anymore.
അങ്ങനെ അവർ സ്കൂൾ വിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബസ് വന്നു, ബസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ബസ് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് കുറച്ച് മൂവ് ചെയ്തിട്ട് അവരുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ആദ്യം ചെക്ക് പോയിൻറ്റിൻ്റെ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. അതുവരെ എൻ്റെ ബസ് എത്തിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഉള്ളതൊന്നും എനിക്ക് ഒരു ഓർമ്മയുമില്ല അല്ലേ. ഐ ഡോണ്ട് റിമെമ്പർ എനി മോർ. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് നോ ഐഡിയ അല്ലേ. എനിക്ക് ഒരു ഐഡിയയുമില്ല. അവിടെ എന്തോ ഒരു ഇൻസിഡൻറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. മരണത്തെ മുന്നിൽ കണ്ട ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ആ ആർമി ചെക്ക് പോയിൻറ്റിൻ്റെ അവിടെ ഞങ്ങളുടെ ബസ് എത്തിയത് വരെ എനിക്ക് അവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയുമില്ല. ഇൻ മൈ ഡ്രീംസ് അബൌട്ട് ദി ഷൂട്ടിംഗ് മൈ ഫാദർ ഈസ് ഓൾസോ ഇൻ ദ ബസ് ആൻഡ് ഹി ഈസ് ഷോട്ട് വിത്ത് മീ ആൻഡ് then there are men everywhere and I am searching for my father. In reality, what happened was we suddenly stopped. We must have been less than 200 meters from the checkpoint. We couldn't see in front, but a young bearded man in light colored clothes had stepped into the road and waved the van down. പിന്നീട് നടന്നത് അവൾ പറയുകയാണ്, പിന്നീട് നടന്നത് എന്താണ്, അവളെന്നും ഡേ ഡ്രീം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പേടി സ്വപ്നം പോലെ ഇങ്ങനെ എപ്പോഴും പകൽ സ്വപ്നം കാണാറുണ്ടായിരുന്നു. ഒരു ആംഡ് മാൻ അവളെയും അവളുടെ ഫാദറിനെയൊക്കെ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ടായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലേ. അവൾ പറയുകയാണ്, ആക്ച്വലി ഞാൻ എപ്പോഴും ഡേ ഡ്രീം ചെയ്യാറില്ല. പകൽ സ്വപ്നത്തിൽ എപ്പോഴും എൻ്റെ ഫാദറും കൂടെ എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. ടെററിസ്റ്റുകൾ വന്ന് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും ഫാദറും കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ റിയാലിറ്റിയിലേക്ക് വന്നപ്പോൾ ആര് മാത്രമേ ഉള്ളൂ, മലാല മാത്രമേ ഉള്ളൂ. മലാലേനെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ടെററിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഒരു ജസ്റ്റ് ഇങ്ങനെ എവിടെ എത്തിയിട്ടുള്ള സ്കൂളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു ചെക്ക് പോയിന്റിൽ അവിടെ എത്തിയിട്ടേ ഉള്ളൂ. ആ സമയത്താണ് അവർ വരുന്നത്. ഒരു യങ് ആയിട്ടുള്ള ബിയേർഡഡ് മാൻ അല്ലേ, താടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരു യങ് ആയിട്ടുള്ള ഒരു മാൻ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഞങ്ങളുടെ സ്കൂൾ വാനിൻ്റെ മുന്നിൽ ഇങ്ങനെ വേവ് ചെയ്യാണ് അല്ലേ, കൈ ഇങ്ങനെ വീശി കാണിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു യങ് ആയിട്ടുള്ള ബിയേർഡഡ് മാൻ കൈ വീശി കാണിക്കുകയാണ്. ഈസ് ദിസ് കുഷാൽ സ്കൂൾ ബസ്? ഹി ആസ്ക്ഡ് അവർ ഡ്രൈവർ ഉസ്മാൻ ബൈജാൻ. ദ ഡ്രൈവർ ഓഫ് അവർ ബസ് തോട്ട് ദിസ് വാസ് എ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആസ് ദ നെയിം വാസ് പെയിന്റഡ് ഓൺ ദ സെറ്റ്. യെസ് ഹി സെഡ് അല്ലേ. അപ്പോൾ കൈവീശി കാണിച്ച ആൾ ചോദിക്കുകയാണ്, ഇത് കുശാൽ സ്കൂൾ ബസ് ആണോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. ഡ്രൈവറോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഡ്രൈവറിൻ്റെ പേരെന്താണ്, ഉസ്മാൻ ബൈജാൻ എന്നിട്ട്. അപ്പോൾ ഡ്രൈവർ ഒരു നിമിഷം മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കുശാൽ സ്കൂൾ ബസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെയും എന്തുകൊണ്ടാണ് ഇങ്ങനെ വല്ലാത്തൊരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ആയി പോയല്ലോ എന്നിങ്ങനെ മനസ്സിൽ കരുതിയുകൊണ്ട് നമ്മുടെ ഉസ്മാൻ ബൈജാൻ എന്ന ഡ്രൈവർ പറയുകയാണ്, യെസ് സ്കൂൾ ബസ്സാണ്, കുശാൽ സ്കൂൾ ബസ്സാണ് എന്ന് റിപ്ലൈ ചെയ്യാം. ഐ നീഡ് ഇൻഫർമേഷൻ അബൌട്ട് സം ചിൽഡ്രൻ സെഡ് ദ മാൻ. യു ഷുഡ് ഗോ ടു ദ ഓഫീസ് സെഡ് ദ ഡ്രൈവർ അല്ലേ. അപ്പോൾ കൈവീശി കാണിച്ച ആ ബിയേർഡഡ് മാൻ എന്ന് പറയുകയാണ്, ഓക്കെ അപ്പോൾ എനിക്ക് ഈ കുറച്ച് കുട്ടികളുടെ ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഡ്രൈവർ എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ യു ഷുഡ് ഗോ ടു ദിസ് ഓഫീസ് അല്ലേ, ഓഫീസിലേക്ക് പോയിട്ട് സ്കൂൾ ഓഫീസിലേക്ക് പോയിട്ട് അവിടെ അന്വേഷിക്കണം അല്ലേ. അല്ലാതെ ഡ്രൈവറായ ഒരാളടുത്ത് ചോദിച്ചാൽ അവർക്കൊന്നും പറയാൻ സാധിക്കില്ല. ആസ് ഹി വാസ് സ്പീക്കിംഗ് അനദർ യങ് മാൻ ഇൻ വൈറ്റ് അപ്രോച്ച്ഡ് the back of the van. Look, it's one of those journalists coming to ask for an interview, said Moniba. Since I started speaking at events with my father to campaign for girls' education, journalists often came, even foreigners, though not like this on the road. അല്ലേ. അപ്പോൾ ബാക്കിലോട്ട് നോക്കിയപ്പോൾ ഫ്രണ്ടിലൊരു ഒരു ബിയേർഡഡ് ആയിട്ടുള്ള ഒരു മാൻ വന്ന് കൈവീശി കാണിച്ചു, ബസ് നിർത്താനൊക്കെ പറഞ്ഞു. ബാക്കിലോട്ട് നോക്കിയപ്പോൾ നമ്മുടെ മോനിബ എന്ത് കണ്ടു, കണ്ടാലൊരു ജേർണലിസ്റ്റിൻ്റെ, ഒരു പത്രപ്രവർത്തകൻ്റെ ഒരു ലുക്കൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു മനുഷ്യന് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ മോനിബ മലാലയുടെ അടുത്ത് പറയാണ്, മലാല ബാക്കിലൊരു ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, വരുന്നുണ്ട്, ഇൻ്റർവ്യൂ ചെയ്യാനായിരിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ അവർ തമ്മിൽ സംസാരിക്കാം. അപ്പോൾ മലാല പറയാണ്, ജേർണലിസ്റ്റുകളൊക്കെ എൻ്റെ ഫാദറിൻ്റെ അടുത്തൊക്കെ വരാറുണ്ടായിരുന്നു, ഗേൾസിൻ്റെ ഈ എഡ്യൂക്കേഷനെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാൻ, അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാനും കാര്യത്തിലൊക്കെ ആയിട്ട് എൻ്റെ ഫാദറിൻ്റെ അടുത്തേക്ക് ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ജേർണലിസ്റ്റ് ഇങ്ങനെ വരില്ല, അവർ മുൻകൂട്ടി പറഞ്ഞ് ഇൻഫോം ചെയ്തിട്ടൊക്കെയാണ് വരിക. ഇത് ജേർണലിസ്റ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ മലാലയോട് സംസാരിക്കുകയാണ്. ദ മാൻ വാസ് വെയർ, അപ്പോൾ എന്താണ് ആ വന്നിട്ടുള്ള ബാക്കിലൂടെ വന്നിട്ടുള്ള ആളും ആരാണ്, ഈ ടെററിസ്റ്റിൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ദ മാൻ വാസ് വെയറിങ് എ പീക്ക്ഡ് ക്യാപ്പ് ആൻഡ് ഹാഡ് എ handkerchief to cover his nose and mouth. He looked like a college student. He swung himself onto the tailboard at the back and leaned in right over us. Who is Malala? He demanded. അല്ലേ. അപ്പോൾ അദ്ദേഹം എന്താണ്, ഒരു പീക്ക്ഡ് ആയിട്ടുള്ള ഒരു ക്യാപ്പ്, അതായത് ഇങ്ങനെ പോലീസ് ഓഫീസേഴ്സിൻ്റെയും അതുപോലെ പൈലറ്റിൻ്റെ ഒക്കെ ക്യാപ്പ് പോലെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ടൈപ്പ് ആയിട്ടുള്ള തൊപ്പി ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ചിട്ട് മുഖം കവർ ചെയ്തിട്ട്, മൂക്കും വായൊക്കെ കവർ ചെയ്തിട്ട് ആൾ മനസ്സിലാവാതിരിക്കാനായിരിക്കും അല്ലേ. കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ഒക്കെ പോലെ, ഒരു ലുക്ക് വൈസ് കാണുമ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ഒക്കെ പോലെ തോന്നുന്നുള്ളൂ. അങ്ങനെ അദ്ദേഹം എന്താണ് ഭയങ്കര ഡിമാൻഡ് ചെയ്തിട്ട് ചോദിക്കുകയാണ്, ഹൂ ഈസ് മലാല, ഇവിടെ ഇരിക്കുന്നതിൽ ആരാണ് മലാല എന്ന് ചോദിക്കുകയാണ് അല്ലേ, തോക്കൊക്കെ ചൂണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുന്നത്, നോ വൺ said anything but several of the girls looked at me. I was the only girl with my face not covered. That's when he lifted up a black pistol. Some of the girls screamed. Moniba tells me I squeezed her hand. My friends say he fired 3 shots, one after another. The first went through my left eye socket and out under my left shoulder. The other 2 bullets hit the girls next to me.
ഓ എന്തായാലും അപ്പോൾ എന്താ അവിടെ പറയുന്നത്, അപ്പോൾ ഹൂ ഇസ് മലാല എന്ന് ചോദിക്കാനാണ് ടെററിസ്റ്റിനെ. അപ്പോൾ ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ചില കുട്ടികൾ ഇങ്ങനെ മലാലേനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ ഒരാളെ തന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ ടെററിസ്റ്റിന് മനസ്സിലായി കാണും ഇത് തന്നെയാണ് മലാല എന്ന് ടെററിസ്റ്റിന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ അപ്പോൾ ആ ടെററിസ്റ്റ് ഞാനാണ് മലാല എന്ന് മനസ്സിലാക്കിയതും അദ്ദേഹം എന്നെ ഷൂട്ട് ചെയ്തു. ആ ഒരു നിമിഷം വേറൊരു നിമിഷത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവൾ പറഞ്ഞു ഞാൻ ടെററിസ്റ്റ് എന്നെ ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഞാൻ അവരോട് എന്താ ഒന്ന് എൻ്റെ പറയാനുള്ള കാര്യം കേൾക്കാൻ പോലും മനസ്സ് കാണിക്കണേ എന്നൊക്കെ ചോദിക്കണം എന്നൊക്കെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പോലും ഇവർ ടെററിസ്റ്റുകൾ നിന്നിട്ടില്ല അല്ലേ. ആളെ അറിഞ്ഞതും അപ്പം തന്നെ ഷൂട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവരോട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബുള്ളറ്റ് എന്താ ചെയ്തിട്ടുള്ളത്, കണ്ണിലേക്കാണ് ബുള്ളറ്റ് വന്നിട്ടുള്ളത് അല്ലേ. കണ്ണിലൂടെ അവളുടെ കണ്ണിലൂടെ ആ ബുള്ളറ്റ് കണ്ണിലൂടെ തറച്ചിട്ട് ഷോൾഡറിലൂടെ പുറത്ത് വരികയാണ് ചെയ്തത് അല്ലേ. 3 പ്രാവശ്യം ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരു ബുള്ളറ്റ് അവളുടെ കണ്ണിലൂടെ തറച്ച് ഷോൾഡറിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ ബാക്കി 2 എന്താ ചെയ്തത്, ബാക്കി 2 അവളുടെ തൊട്ടടുത്തുള്ള കുട്ടികളിലേക്കാണ് പാസ് ചെയ്ത് പോയത്. ഓക്കെ. My friends later told me the gunman's hand was shaking as he fired. By the time we got to the hospital, my long hair and Moniba's lap were full of blood. അപ്പോൾ അതൊക്കെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അവളുടെ ഫ്രണ്ട്സ് പിന്നീട് അവളെ കണ്ടപ്പോൾ പറയുകയാണ് ആ ഗൺമാൻ നിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈകൾ ഇങ്ങനെ വിറക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഹോസ്പിറ്റലിലേക്ക് ആ സമയത്ത് തന്നെ നിന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ മോനിബയുടെ മടിയിലാണ് മലാല കിടക്കുന്നത്. അപ്പോൾ മലാലയുടെ മുടിയിലൊക്കെ ഇങ്ങനെ ബ്ലഡ് നിറഞ്ഞിട്ട് മോനിബയുടെ മടിത്തട്ട് മുഴുവൻ എന്താണ് പറയുന്നത് ബ്ലഡ് കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സ് പിന്നീട് നമ്മുടെ മലാലയുടെ അടുത്ത് പറയുകയുണ്ടായിരുന്നു എന്നൊക്കെ മലാല ഓർത്തെടുക്കുകയാണ് അല്ലേ. ഹൂ ഈസ് മലാല, ആരാണ് മലാല? ഐ ആം മലാല ആൻഡ് ദിസ് ഇസ് മൈ സ്റ്റോറി. മലാല പറയാണ് ഞാനാണ് മലാല, ഇത് എൻ്റെ സ്റ്റോറിയാണ് അല്ലേ. അപ്പോൾ അതൊരു ചെറിയൊരു ഭാഗമാണ് തന്നിട്ടുള്ളത്, അഡാപ്റ്റഡ് ആണ്. അപ്പോൾ മലാലയുടെ ഓട്ടോബയോഗ്രഫി, മലാലയുടെ ലൈഫിൽ നടന്ന ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് അല്ലേ, അവരുടെ മരണത്തിന് മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയുന്ന ഒരു മലാലയുടെ ഓട്ടോബയോഗ്രഫിയിലെ ഒരു ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, ബൈ.